ഗൈസ്, പെട്ടിയും കിടക്കയൊക്കെ കണ്ടപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. ഇന്ന് നമ്മൾ ആ വലിയ ദൗത്യം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയും വലിയൊരു പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ വെക്കണം എന്നുള്ളത് എനിക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല കുറേയൊക്കെ ഉള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഐറ്റംസാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കാരണം ഡ്രസ്സാണല്ലോ മെയിൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് എടുത്തു വെച്ചത്, ഞാൻ ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ടൊരു ഫ്രോക്ക് എടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ മറക്കാതെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഈ പെട്ടിയിൽ പാക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം പുതിയതാണ്. ഡ്രസ്സ് പുതുതായിട്ട് നമ്മൾ വിരുന്നൊക്കെ പോകേണ്ട ആവശ്യം വരുമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങുക. ഇതെല്ലാം എനിക്ക് കംഫോർട്ടബിളായിട്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. പിന്നെ ഇതെല്ലാം മെഷർമെൻറ്റ്സ് കറക്റ്റാണോ എന്ന് നിങ്ങളൊന്ന് ട്രയൽ ചെയ്തിട്ടേ പാക്ക് ചെയ്ത് വെക്കാവോ. സ്റ്റിച്ച് ചെയ്ത് ഡയറക്റ്റ് വാങ്ങി വെക്കരുത്. നല്ലതാണോ? അതിനിടയിൽ അമ്മ എനിക്ക് കഴിപ്പൊന്നും ഇപ്പോൾ കറക്റ്റ് അല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടു തന്നതാണ് കേട്ടോ നിങ്ങളാ കണ്ടത്. ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ആലിയ കട്ടിൽ നമ്മുടെ എന്തായിരുന്നു ആ മെറ്റീരിയലിൻ്റെ പേരൊക്കെ മറന്നുപോയി ഞാൻ. മോഡാൽ സിൽക്കും പിന്നെ ജോർജറ്റും കൂടെ ചെയ്ത ഒരു ഡ്രസ്സാണ്. എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ ഐഡിയ ഉള്ള രീതിയിലെല്ലാം ഞാൻ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു പാക്ക് ചെയ്യാൻ നേരത്ത്. പിന്നെ കുറച്ച് നോർമൽ കോട്ടൺ കുർത്താസ്, നമ്മൾ വെറുതെ കാഷ്വലായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഇഷ്ടം കാണുമല്ലോ, അതൊക്കെ എടുത്ത് വെക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്ന സമയത്ത് എന്താ പറയുക, മനസ്സ് ചത്ത് മരവിച്ച് ഭയങ്കര വിഷമത്തിലാണ് ഞാനിത് എടുത്ത് വെച്ചത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത്. ഐ ആം ബ്ലെസ്ഡ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കെൻ്റെ വീടെന്ന് പറയുന്നത് എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് വീട് ഭയങ്കര മിസ്സിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അലമാരയിൽ നിന്ന് ഭയങ്കരമായിട്ട് എടുത്തു വെച്ചപ്പോൾ ഞാൻ ഭയങ്കര നെഞ്ചൊക്കെ എനിക്കിങ്ങനെ നീറുന്ന പോലെ, ലൈക്ക് ഭയങ്കര വേദനിക്കുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു ആ സമയത്ത്. എനിവേ, ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബ്രൊക്കേഡും സെമി ബനാറസി പോലെ അതിൻ്റേതാണ്. അതും ഒരു കുർത്ത പോലെ സ്റ്റിച്ച് ചെയ്തതാണ്. അതും ഞാൻ എടുത്തു വെച്ചു. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം പുതിയത് ഞാൻ എടുത്തെടുത്ത് വെക്കുമായിരുന്നു ചെയ്തത് വിരുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സൂട്ട് കേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സും ഇതിൽ കുത്തിക്കൊള്ളിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കുക. അന്ന് തിരക്കിനിടയിൽ നമുക്ക് വാഷ് ചെയ്തൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ എടുത്ത് വെക്കും, പക്ഷേ മോർ ദാൻ ഒരു 6-8 എണ്ണം കൂടെ ജസ്റ്റ് എക്സ്ട്രാ എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇതുപോലത്തെ വാഷ് ബാഗ്സ് വാങ്ങാൻ കിട്ടും. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. കാരണം ഇതിൽ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നമുക്കൊരു ഹറിബറി ഉണ്ടാകത്തില്ല. അതിനകത്തേത് കിടന്ന് തപ്പേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ തിങ്സും ഈ ബാഗ്സിനകത്താക്കിയിട്ട് പൗച്ച് പോലെ ഇതിനകത്താക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ്, അതുപോലെ തന്നെ എൻ്റെ സ്കിൻ കെയർ, പിന്നെ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇതൊന്നും പറയുന്നതിൽ എനിക്കിപ്പോൾ ഒരു നാണക്കേട് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമുക്കിതൊന്നും കല്യാണം കഴിഞ്ഞ് പോകുന്നൊരു വീട്ടിൽ എടുത്തു തരാനോ അല്ലെങ്കിൽ അത് വന്ന് ചോദിക്കാനോ ഒന്നും കൂടെ ചിലപ്പം തിരക്കായിരിക്കും, ആൾക്കാരും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും നിങ്ങളുടെ കംഫോർട്ടബിൾ നോക്കിയിട്ട് നല്ലത് വാങ്ങാം. ഞാനെല്ലാം മാക്സിൽ നിന്നും അതുപോലെ തന്നെ ട്രെൻഡ്സിൽ നിന്നും ഒക്കെ ആയിരുന്നു വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈസി ബൈ നിന്നും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 ഡ്രോ നിറയെ എൻ്റെ ഡ്രസ്സസ്സാണ്. ഇതിലെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നില്ല, കുറച്ച് മാത്രം. പിന്നെ നമ്മൾ വിരുന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് കുറേശ്ശെയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാം. ഞാൻ എൻ്റെ എല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് സെറ്റ് ചെയ്ത് മറക്കാതെ അതെടുത്ത് വെക്കുക. അതിനിടയിൽ അമ്മ കൊണ്ടു തന്ന ചായ കുടിക്കാൻ ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ചായയല്ല, കോഫിയാണ്. എന്തായാലും അത് പകുതി കുടിച്ച് തണുത്തു പോയി. ഇതെന്തായാലും കുടിച്ചേ പറ്റൂ. മറന്നു പോയതാണോ എന്ന് ചോദിച്ചാൽ ആ ഇരിപ്പ് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. നെഞ്ചൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന എന്തൊരു വിഷമമായിരുന്നു എന്നറിയാം. എനിക്ക് ഇപ്പോഴും ആ വിഷമം മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അതിൽ നിന്ന് അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ചിരിച്ചൊന്ന് അഭിനയിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കും. പിന്നെ
ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയുക, നല്ലൊരു ഹസ്ബൻഡ്. അതാണ് എപ്പോഴും ഡൗൺ ആയി പോകുമ്പോൾ കൂടെ ഉള്ള ആൾ. ഞാൻ എപ്പോഴും റിസപ്ഷനൊക്കെ പറഞ്ഞ പോലെ എൻ്റെ വീക്ക് പോയിന്റിലെല്ലാം കൂടെ നിൽക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, ഈ ഇരിപ്പൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ക്ലിപ്പൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊന്നും റീ എഡിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. എനിവേ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെക്കുക. വീട്ടുകാരൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ. പക്ഷെ അതിനിടയിൽ ഞാൻ എൻ്റെ നെയിം ബോർഡ് സെറ്റ് ചെയ്തായിരുന്നു. അഡ്വക്കേറ്റ് സൂര്യ സനന്തു ബികോം LLB എന്നുള്ള ബോർഡ്. അതൊക്കെ സെറ്റ് ചെയ്തതൊക്കെ കണ്ടു നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി എൻ്റെ അടുത്ത് ഇങ്ങനെ വലിയേട്ടായി സമാധാനിപ്പിക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലിടാനുള്ള ഇന്നേഴ്സും സെപ്പറേറ്റ് തന്നെ ഇതുപോലെ പൗച്ച് പോലെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, ഇതിനകത്ത് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. ഇതായിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻറ്റ്. പിന്നെ നിങ്ങളുടെ ഷോർട്ട്സ് കാര്യങ്ങൾ, ഇനി നിങ്ങൾ എന്തെങ്കിലും ഗൗൺസൊക്കെ രാത്രിയിൽ ഉപയോഗിക്കും, എല്ലാം എടുത്ത് വെക്കുക. എല്ലാം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മറന്നു പോകേണ്ട ആവശ്യമില്ല, നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം മറക്കാണ്ട് എടുത്ത് വെക്കുക. കുറച്ചധികം ഡ്രസ്സസ് ഞാൻ ഇതിനകത്ത് പുതിയത് തന്നെ വീണ്ടും എടുത്ത് വെക്കുന്നത്, ചേച്ചി കൊണ്ടുവന്നതും എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതും. ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഷോപ്പ് ചെയ്ത് നേരത്തെ വെക്കുമായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് വാങ്ങാൻ ആ സമയത്ത് തിരക്കായി പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന നൈറ്റ് ഡ്രസ്സും നൈറ്റ് ഗൗൺസും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ബെന്നിനും നമ്മുടെ ഷോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് അണ്ടർ സ്കേർട്ട്, നിങ്ങൾ സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ സാരിക്ക് ചേരുന്ന അണ്ടർ സ്കേർട്ട്, ഫിഷ് കട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കോട്ടൺ ഏതാണെന്ന് വെച്ചാൽ അത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ മറക്കാണ്ട് എടുത്ത് വെച്ച്, നമുക്കൊരു കാഷ്വൽ വെയർ ഈ സാരി ചുരിദാറിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങാൻ എപ്പോഴേലും തോന്നുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറി ആൻഡ് വിത്ത് ഒരു നല്ല പെന്നും എടുത്ത് വെച്ചു. എന്തെങ്കിലും ചിലപ്പോൾ കുറിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ ചേച്ചി കൊണ്ടുവന്നതും ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചതും അങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫുൾ പാൻറ്റാണ് ഞാൻ കൂടുതലും ഇപ്പം യൂസ് ചെയ്യുന്നത്. 3/4 യൂസ് ചെയ്യും, പക്ഷേ ഫുൾ പാൻറ്റ് ഞാൻ കുറച്ചധികം വാങ്ങിയായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടമുള്ളതൊക്കെ കുത്തിത്തെളിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു പൈജാമ സെറ്റിനൊക്കെ ഒരു 899, 99, 999 ആ റേറ്റൊക്കെ വരുന്നത് കേട്ടോ. നല്ല സൂപ്പർ കോട്ടൻ്റെ ആണ്. എല്ലാം ആ ഒരു റേറ്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ലിങ്കൊക്കെ ടാഗ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കൂടെ വെക്കുന്നുണ്ട്. അത് പക്ഷേ കട്ടായി പോയതാണ് കേട്ടോ. ഞാനിതിൽ വെച്ചത് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെയുള്ള കുറച്ച് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ആണ്. വിറ്റാമിൻ D, അതുപോലെ തന്നെ ഒമേഗ, അങ്ങനെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ സെറ്റ് സാരി വല്ലതും ഉടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അണ്ടർ സ്കേർട്ട് എന്തായാലും എടുത്ത് വെച്ചേക്കാം. ഇനി ഇല്ലെങ്കിലും ഇതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതും ഒരെണ്ണം എടുത്ത് ഭദ്രമായിട്ട് മടക്കി സർട്ടിഫിക്കറ്റ്സ്. അത് നമുക്ക് ഇപ്പം കൊണ്ടുപോകണമെന്നില്ല. ഇനി ഒരുപാട് ദൂരെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചോ ഭദ്രമായിട്ട്. ഞാൻ പക്ഷേ വീട്ടിൽ വിരുന്ന് വന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയത്. പിന്നെ എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഐറ്റംസ് വെച്ചു. സിറം, ഹെയർ സിറം, ദെൻ ഷാംപൂ, കണ്ടീഷണർ. ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ലാസ്റ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെരുപ്പുകൾ, നമ്മൾ ഹീൽസ് ഉള്ളതും ഫ്ലാറ്റും പിന്നെ വീട്ടിലിടാനുള്ളതും അതുപോലെ തന്നെ കുറച്ച് പുതിയതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. വീട്ടിലിടാനുള്ളത് മസ്റ്റായിട്ടും കൊണ്ടുപോകണം കേട്ടോ. പിന്നെ നമ്മൾ ഹീൽ ചപ്പലും പിന്നെ ഒരു ഫ്ലാറ്റും ഉറപ്പായിട്ടും എടുത്ത് വെക്കുക. നമുക്ക് ഫ്ലാറ്റ്സ് എപ്പോഴും ആവശ്യം വരുന്നതാണല്ലോ. അഡോണി അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയാണ് ആ ബഹളം കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ അല്ലാതെ നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ വല്ലതും ഓയിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മെഡിസിനായിട്ടുള്ളത് സെപ്പറേറ്റ് വാഷ് ബാഗിൽ വെക്കുക. ഇത് പിന്നെ ഒരു ലിപ് ടിൻറ്റും പിന്നെ ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലടാ, ജസ്റ്റ് കണ്ണെഴുതുന്നതും ഒരു പൗഡർ, ഒരു ലിപ് ടിൻറ്റ്, പിന്നെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, റെഡ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഷെയ്ഡ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ നിങ്ങൾക്ക് ഹെയർ നമുക്ക് എപ്പോഴും ഒന്നും പോയി സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ മേടിച്ചു. കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ചെയ്യണമെങ്കിൽ ഹെയർ ഡ്രയർ നേരത്തെ ഉണ്ടായിരുന്നത്, അതും സ്ട്രെയിറ്റ്നറും പിന്നെ ഒരു ക്രിമ്പറും കൂടെ മറക്കാണ്ട് എടുത്തു വെച്ചു. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ മറക്കാണ്ട് ഒരു ലിക്വിഡ് സിന്ദൂറിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിക്ക്.
അതും അതിൻ്റെ കൂടെ കുറച്ച് സേഫ്റ്റി പിൻസും പിന്നെ ജസ്റ്റ് ഒരു 2-3 മേക്കപ്പ് ബ്രഷസും എടുത്ത് വെച്ചു കേട്ടോ. ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടതെന്ന് തോന്നുന്നത്, നമ്മൾ എപ്പോഴും ഇതൊന്നും ഇടുന്നില്ലെങ്കിലും പുറത്തൊക്കെ കല്യാണമൊക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് സുന്ദരിയായിട്ട് പോകണമെന്ന് തോന്നുവാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഈ ബാഗിലാണ് എൻ്റെക്ക് പയ്യൻ വാങ്ങിച്ചു തന്ന റിസപ്ഷൻ്റെ ഫുഡ് വെയർ വെച്ചത്. ഇതായിരുന്നു ഞാൻ ഇട്ടോ കേട്ടോ. ഞാൻ ഇതിട്ടാണ് ആ DJ മൊത്തം ചെയ്തതെന്നുള്ള കാര്യം പിന്നെ എന്നോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ കാല് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത്രയും ഇട്ടിട്ടാണോ ഞാൻ ആ കിടന്ന് തുള്ളിയെന്ന് ഓർത്തു കേട്ടോ. അത് സത്യത്തിൽ ഞാൻ മറന്നുപോയത് എൻ്റെ കാലിൽ ഹീലുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ ഇല്ലേ, സോറി, അങ്ങനത്തെ ഉള്ള ഐറ്റംസ്, ക്ലിപ്സ്, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഹെയർ ബാൻഡ്സ്, ബോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റഡ്, നമ്മൾ ഈ ജിമുക്കയും മാലയൊക്കെ ഇട്ട് മടുക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് മടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇടത്തില്ലെങ്കിലും ജസ്റ്റ് എൻ്റെ കയ്യിൽ കിടക്കുന്നതും ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ ബോറടിച്ചാലോ ചില ഡ്രസ്സിൻ്റെ കൂടെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രഡീഷണൽ ജ്വല്ലറീസ് മാത്രമല്ലാതെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ്, കഫ് ബാംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഐറ്റംസും എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് 2-3 ടൈപ്പ് ഹാൻഡ് ബാഗ്സ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരിക. ഞാൻ സൈഡ് ബാഗ്സും അതും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ, അത് ഒരു അഡാപ്റ്ററോട് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങി വെക്കുക. ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ അല്ലാത്ത ഫോണിൻ്റെ എല്ലാം എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു വലിയ ഹാൻഡ് ബാഗ് കൂടെ വെച്ചു, നമുക്ക് പുറത്തൊക്കെ പോകുമ്പം ആവശ്യം വരും. അങ്ങനെ ഞാനിത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു കോട്ടൻ്റെ ഒരു സാരിയുടെ പീസൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.